ഗൗരവത്തിലൊരു ചർച്ച. ആ, പ്രസാദ് എത്തി. ഇനി ഇതങ്ങോട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു തരികയും ചെയ്യും. പുതിയ ഐഡിയാസും കിട്ടും. എന്തിനാണാവോ ഈ പാവപ്പെട്ടവന്റെ ഐഡിയാസ്? റൌഫ് അവന്റെ സ്വപ്നത്തിലെ വീട് പണി തുടങ്ങി. ദാ പ്ലാൻ. കേട്ടോ റൌഫ്, പ്രസാദിന് ജോലി ഇലക്ട്രോണിക്സിലാണെങ്കിലും ഒരു സിവിൽ എഞ്ചിനീയർ ആവേണ്ട ആളായിരുന്നു. അതിലെന്താ ഒരു പുതുമ? ഒരു സർട്ടിഫിക്കറ്റും കയ്യിലില്ലാത്ത റൌഫ് ഇപ്പൊ ആരാ? 7000 ദിർഹം ശമ്പളത്തിന് പുറമെ കമ്മീഷനും കൂടി വാങ്ങുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ. ഫുഡും അക്കോമഡേഷനും ഫ്രീ. സകല സർട്ടിഫിക്കറ്റുകളും കയ്യിലുള്ള എനിക്കും നിനക്കും റൌഫിന്റെ അത്ര കിട്ടുന്നുണ്ടോ? അതിന് തലവര ശരിയാവണം പ്രസാദേ. അസൂയ കാട്ടിയിട്ട് കാര്യമല്ല. എനിക്കെന്താ അസൂയടാ, ഞാനൊന്നും ഹാപ്പിയാ. ഏതായാലും റൌഫിന്റെ പ്ലാൻ ഒന്ന് നോക്കട്ടെ. ഇവൻ നമ്മളെ വയറ്റത്തടിക്കുന്ന തോന്നുന്നത്. ഇവൻ ആള് ഭയങ്കരം തന്നെ. നിനക്കെന്തിനാടാ സർട്ടിഫിക്കറ്റ്? ഉഗ്രൻ പ്ലാൻ. എന്നെ സുഖിപ്പിക്കണമെന്നില്ല, ഉള്ള കാര്യം തുറന്നു പറയാം. ഏതായാലും ചെറിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു നോക്കാം. അതായത് ഈ സ്റ്റെയർ കേസ് നേരെ ഓപ്പോസിറ്റിലേക്ക് മാറ്റി കോമൺ ബാത്റൂം ഈ ഗ്യാപ്പിലേക്ക് ഒന്ന് മാറ്റി വരച്ചു നോക്ക്. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്, ആദ്യം മാറ്റി വരക്ക്. ഏതായാലും ധൃതി കൂട്ടണ്ട. വീട് പണി നാളെ മറ്റന്നാളൊന്നും തുടങ്ങുന്നില്ലല്ലോ. നാളെ തന്നെ തുടങ്ങണമെന്ന എന്റെ ആഗ്രഹം. അതാപ്പ എന്റെ വീടിന്റെ അവസ്ഥ. നിന്റെ വീട്ടുകാരെ കുറിച്ച് ഞാനിതുവരെ ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ, ഉപ്പ, ഭാര്യ, 2 മക്കൾ, 2 പെങ്ങന്മാരുണ്ട്. അവരെ കല്യാണം കഴിച്ചു വിട്ടു. 2 അളിയന്മാരിൽ ഒരാൾ സൗദിയിലും ഒരാൾ നാട്ടിലും. ആണായിട്ട് നീ മാത്രമേ ഉള്ളൂ? ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, 8 വർഷം മുമ്പ് മരിച്ചുപോയി. ആക്സിഡന്റ് ആയിരുന്നു. നാട്ടില് കഴിഞ്ഞുകൂടാനുള്ള സ്വത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെയാണ് എന്റെ ആകെയുള്ള സ്വത്ത്. ബാക്കിയെല്ലാം ആദ്യം മുതൽ തുടങ്ങണം. 6 സെന്റില് ചെറിയൊരു വീടുണ്ടായിരുന്നു, അത് വിറ്റു. ഇനി ഒരു വീട്, അതിൽ നിന്നും തുടങ്ങണം. അതാണ് ഞാൻ പ്ലാനൊക്കെ വരച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിനക്കിപ്പോ അതിനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ, എനിക്കിപ്പോ യാതൊരു ടെൻഷനും ഇല്ല. പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. ഇനി എത്രയും പെട്ടെന്ന് വീട്ടുകാരുടെ പ്രയാസം കൂടി തീർത്തു കൊടുക്കണം. ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സഹായങ്ങളൊന്നും ഉണ്ടാവാറില്ലേ? അവരെ കൂടി ഞാൻ അങ്ങോട്ട് സഹായിക്കേണ്ട അവസ്ഥയാണുള്ളത്. വളരെ പാവപ്പെട്ട കുടുംബത്തിനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ഇന്ന് വരെ തോന്നിയിട്ടില്ല, ഇനിയോട് തോന്നുകയല്ല. കാരണം എന്റെ 2 പെങ്ങന്മാരെയും യാതൊരു ഡിമാൻഡും ഇല്ലാതെയാണ് എന്റെ അളിയന്മാർ കല്യാണം കഴിച്ചത്. അവർക്കൊക്കെ കുട്ടികളായി സുഖമായി ജീവിക്കുന്നു. ഒന്നുമില്ലാത്ത എന്റെ പെങ്ങന്മാർക്ക് ജീവിതം കിട്ടിയപ്പോ ഒന്നുമില്ലാത്ത മറ്റൊരു പെൺകുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്തു. അവളാ ഇന്നും എന്റെ കൂടുള്ളത്, എന്റെ ആബിദ. എന്തത്ഭുതം! നാട്ടിന്ന് വൈഫിന്റെ മിസ് കോളാ. ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ, സലാം അലൈക്കും. വലൈക്കും സലാം. എന്താ അവിടെ ഫോൺ എടുക്കാൻ ഒരു താമസം? ഞാൻ കരുതി മിസ് കോൾ ആയിരിക്കും. ആ തന്നെ, ആദ്യം ആ മറന്നത്. ഇടക്കിടക്ക് എന്റെ ഒരു മിസ് കോള് കാണുമ്പോ തന്നെ നാട്ടിൽ വന്നു പോകുന്നൊരു സുഖം. അത് വെറുതെ പറയല്ലേ? സത്യമായിട്ട് ഇപ്പൊ ഒന്ന് വിളിക്കാൻ തോന്നി. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് നിന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നിന്റെ വിളി. എല്ലാവർക്കും സുഖമല്ലേ മോളെ അവിടെ? ആ, അപ്പോഴേ ഞാൻ രാത്രി വിളിക്കാം. വെറുതെ എന്റെ ഫ്രണ്ട്സിനെ ബോറടിപ്പിക്കണ്ടല്ലോ. ഓക്കെ? ഓക്കെ. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആ മൂഡിലങ്ങ് വിളിച്ചു പോയതാ. അല്ല, വീട്ടുകാരുടെ ഫോട്ടോ ഒന്നും കയ്യിലില്ലേ? ഓ ഉണ്ടല്ലോ, ഞാൻ കാണിക്കാം. ഇതാരാ? ഇത് വൈഫ്. ഇതാണോ വൈഫ്? അതെ, ഇതാണ് വൈഫ്.
നീ എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ലേ, എനിക്ക് വയ്യ. എന്താന്ന് വെച്ചാ പറയഷ്ട, നമുക്ക് എല്ലാവരും കൂടി ചിരിക്കാലോ. അല്ല, നീ നേരത്തെ പ്ലാനൊക്കെ വരച്ചു കൂട്ടുന്നു കണ്ടപ്പോ ഞാൻ കരുതി നിന്റെ ഭാര്യയൊരു ഇതാണ് ഭാര്യയെങ്കിൽ വലിയ പ്ലാനൊന്നും വേണ്ട. 2 മുറികളുള്ള ഒരു ഓടിട്ട വീടിന്റെ പ്ലാൻ മതിയാകും. അതിലെന്താണ് നോക്കിയത്? എന്റെ ഭാര്യയ്ക്ക് നിങ്ങളത് മാർക്കണ്ട. നീ ചൂടാവല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ വലിയ ഒരു തറവാട്ടിന്നാ കല്യാണം കഴിച്ചത്. ഒരുപാട് ഹോട്ടലുകളും ബസ്സുകളും എസ്റ്റേറ്റുകളുമൊക്കെയുള്ള ഒരു ബഡാ മുതലാളിയാ എന്റെ ഭാര്യയുടെ ഫാദർ. ഭാര്യയാണെങ്കിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ. ശരിക്കു പറഞ്ഞ നീ വരച്ച പ്ലാൻ എനിക്കാ ചേരും. മതി തമാശ പറഞ്ഞ് ചിലപ്പോ അത് കാര്യത്തിലാവും.